വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു. വല്ലാതെ ഷോക്കിംഗ് ആയൊരു വാർത്ത. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപ് ഒരു വാഹനാപകടത്തെക്കുറിച്ച് കേട്ടില്ല. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ചരക്ക് ലോറി സിമെൻ്റൊക്കെ കയറ്റി പോയിരുന്ന ഒരു ചരക്ക് ലോറി വീണ്ട് സ്കൂളിൽ നിന്ന് വരുന്ന ഒരു 4 കുട്ടികൾ, ഇർഫാന, അതേപോലെ ആയിഷ എന്നൊക്കെ പേരുള്ള 4 കുട്ടികൾ ആ ഒരു വണ്ടിക്കടിയിൽ പെട്ടിട്ട് മരണപ്പെട്ട ഒരു വാർത്ത. അതിൽ ആയിഷാനെ കുറിച്ചുള്ളൊരു വാർത്തയാണ് ദേശാഭിമാനി പത്രത്തിൽ വന്നത്. ഞാൻ വായിച്ചത് ദേശാഭിമാനി പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. വല്ലാതൊരു ഷോക്കിംഗ് ആയി. ഇതൊരു മരണം നടന്നിട്ടൊരു 7-8 ദിവസം കഴിഞ്ഞിട്ട് ഈ ആയിഷയുടെ ബുക്കുകളും അവൾ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന റൂമൊക്കെ വൃത്തിയാക്കുമ്പോൾ അവളുടെ നോട്ട് ബുക്കിൽ ഒരു കവറിലാക്കി ഒട്ടിച്ചു വെച്ച ഒരു കത്ത് ഉമ്മാക്ക് വേണ്ടി എഴുതി വെച്ച ഒരു കത്തായിരുന്നു അത്രേ. ആ കത്തിലെ വരികളായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. ഉമ്മ സജിന എന്നാണ് ഉമ്മയുടെ പേര്. ഈ ഒരു പൊന്നുമോള് ഉമ്മയുടെ ജന്മദിനമാണ് അടുത്ത മാസം ഏപ്രിൽ വരാൻ പോണത്. ആ ഏപ്രിലിലെ ജന്മദിനത്തിന് വേണ്ടിയിട്ട് ഉമ്മാക്ക് അവൾ നേരത്തെ എഴുതി തയ്യാറാക്കിയ ഒരു കത്താണ്. ഒരു പക്ഷെ ആ കത്ത് ഇത്ര നേരത്തെ എഴുതണം എന്നുള്ളത് ആരാണ് അവളെ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ തൻ്റെ മരണം നേരത്തെ ഉണ്ടാകും, അതിനു മുൻപ് ഉമ്മാക്ക് ആ എഴുതണം എന്ന് എന്തോ അവളുടെ മനസ്സിന് തോന്നി. അവൾ ആ എഴുത്ത് വായിച്ചിട്ട് ആ ഉമ്മ കണ്ണുനീരല്ലാതെ ആ ഉമ്മാക്ക് മറ്റൊരു മറുപടി ഉണ്ടാവില്ല. ആ പത്രത്തിൽ വന്ന വാർത്ത അങ്ങനെയാണ്. 42 വർഷം എൻ്റെ ഉമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇനി എൻ്റെ പൊന്നുമ്മ കരയരുത്, എന്നും ചിരിക്കണം. ആ ഒരു മകള്, ഇത്രയും ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു മകൾക്ക് തൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർത്തുള്ളൊരു ആവലാതി നോക്ക്. ആ ഉമ്മയുടെ സന്തോഷങ്ങളിൽ എന്തുമാത്രം ആ ഒരു പൊന്നുമോള് കരുതലുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഉമ്മ ചിരിക്കണം, ഉമ്മയുടെ ചിരിയാണ് എനിക്ക് കാണേണ്ടത് എന്നുള്ളത് ഈ ഒരു ചെറിയ പെൺകുട്ടി ആഗ്രഹിച്ചിട്ട് ഉമ്മാക്ക് എഴുതിയൊരു കത്താണ്. ഇനിയുള്ളൊരു ഭാവി ലൈഫിൽ ഉമ്മയുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മകൾ, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ളൊരു പെൺകുട്ടി. ആ എഴുത്ത്, ആ മരണമൊക്കെ നടന്ന് അവിടുത്തെ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം അവളുടെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുന്ന സമയത്താണ് അടുത്ത ഏപ്രിലിൽ ഉമ്മാക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വെച്ച ഒരു ഗിഫ്റ്റിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു സന്ദേശമായിട്ട് ഈ ഒരു പെൺകുട്ടി എഴുതി വെച്ചത്. അത് കണ്ടിട്ട് ആ ഉമ്മയുടെ മനസ്സിൽ ആ ഒരു കത്ത് കണ്ടിട്ട് ആ പൊന്നുമോളുടെ നെറുകയിൽ ചുംബിക്കാൻ ആ മകളിന്ന് ജീവനോടെ ഇല്ലല്ലോ. അതാ പള്ളിക്കാട്ടിൽ 4 കൂട്ടുകാരികൾ ഒന്നിച്ചൊരിടത്ത് കബറടക്കിയതാണ് തിരിച്ചറിവ്. അല്ലാഹുവേ, ഒരു ഉമ്മക്കും വാപ്പക്കും ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ആ ഒരു എഴുത്ത് കിട്ടുന്ന ഒരു ഉമ്മയുടെയും വീട്ടുകാരും ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിട്ട്, അത് മരണം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു മക്കൾ നമുക്ക് വേണ്ടി എഴുതുന്ന ഒരു എഴുത്ത് വായിക്കുന്ന ഒരു മാനസികാവസ്ഥ. ആ ഉമ്മ ഒരുപാട് കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ടാവും ആ പൊന്നുമോൾക്ക് വേണ്ടിയിട്ട്. കേരളം മുഴുവനും ആ 4 മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു മറക്കില്ല ആ ഒരു കുട്ടികളുടെ മുഖം. കാരണം അത്രമാത്രം മലയാളികൾ ഒന്നടങ്കം അവനവൻ്റെ വീട്ടിൽ അംഗമായിട്ട് കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ്. എനിക്ക് സങ്കടം തോന്നിയത് ഇപ്പോഴും ആ കുട്ടികൾക്ക് ഒരു നഷ്ടപരിഹാരം എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ റോഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പല പഠനങ്ങളും നടത്തി, അല്ലെങ്കിൽ പല മുന്നറിയിപ്പുകളും കൊടുത്തു എന്നല്ലാതെ സർക്കാരിൻ്റെ അവഗണന കൃത്യമായിട്ട് അവിടെ ഉണ്ട്. കാരണം അവർക്ക് വേണ്ടി ഒരു വീടൊരുക്കുന്ന, അതിൽ വേറൊരു കുട്ടിക്ക് വേണ്ടി വീടൊരുക്കുന്നതിന് ഒരു ടീം വന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുക. നമുക്കത് കൃത്യമായിട്ട് അറിയില്ല. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് വേണ്ടി നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനത്തെ ഒരു ആവശ്യം നമ്മൾ ആ സമയത്തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോഴും അത് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ആ റോഡിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ആ അപകടം ഉണ്ടാക്കിയത്. അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരു നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കാൻ ഇനിയും എന്തിനാണ് ഒരു കാലതാമസം എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഈ ഒരു വാർത്ത വായിച്ചു നോക്കുമ്പോൾ ആ ഒരു ആയിഷമോൾ എന്നുള്ള പെൺകുട്ടി എത്ര സ്നേഹത്തോടെയാണ് തൻ്റെ ഉമ്മാനെ കരുതലോടുകൂടി കൊണ്ട് നടന്നിരുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ മക്കളെ മനസ്സിലാവാഞ്ഞിട്ടാട്ടോ. നമ്മുടെ മക്കൾ, നമ്മളെപ്പോഴും ഒരു വളർന്നു വരുന്ന ഒരു പെൺകുട്ടികൾ കൗമാരത്തിലെത്തിയാൽ ഉമ്മാനോട് ഭയങ്കര തല്ലും, ഉമ്മാനോട് എപ്പോഴും വഴക്കും വക്കാണൊക്കെ എങ്കിലും അവരുടെ ഉള്ളിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സ്നേഹ. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇന്നലെ പൊന്നാനിയിലുള്ള എൻ്റെ നാടിനടുത്തുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്, MI ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്, അവിടെ NSSൻ്റെ ക്യാമ്പിൻ്റെ തുടക്കം ഐസ് ബ്രേക്കിംഗ് സെഷൻ ഞാനാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെയൊക്കെ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന പെൺകുട്ടികളാണ് ആ ക്യാമ്പിലുള്ളത്. ഞാൻ അവർക്ക് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ആ ഒരു അവസരം ഞാൻ വിനിയോഗിച്ചത് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എന്തുമാത്രം സ്നേഹവും കടപ്പാടും വേണം, അവരുടെ ആ ബന്ധത്തിൻ്റെ ദൃഢത അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടികൾക്ക് ഓരോരോ കാര്യങ്ങൾ, അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഈ ഓരോ അനുഭവങ്ങളും ഈ പെൺകുട്ടികളുടെ തീരുമാനങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദന പറഞ്ഞപ്പോൾ ആ പെൺകുട്ടികൾ ഒന്നടങ്കം തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, സാറേ, ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ, പക്ഷേ മാതാപിതാക്കളുടെ കടമകൾ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കവിടുത്തെ ഞാനൊരു 7 മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 8-9 മണിയായിട്ടും ആ മക്കൾ വിടുന്നില്ല ക്ലാസ്. നമുക്ക് അത്രയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല.
രാവിലെ രാത്രി അവർക്ക് ഫുഡ് കഴിക്കാനുണ്ട്. എനിക്ക് തന്നെ ക്ലാസ് മതിയാക്കിയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം അന്ന് തന്നെ ഞാൻ MESൻ്റെ കോളേജിലെ NSSൻ്റെ ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്തേക്ക് പോണത്. അപ്പോൾ ആ കുട്ടികൾ മാതാവിനോടുള്ള സ്നേഹവും കടപ്പാടും എനിക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യണം. ആ മക്കളുടെ അപ്പോൾ വളർന്നു വരുന്ന മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പരാതിയാണ് അവർക്ക് ഉമ്മയും വാപ്പയൊന്നും വേണ്ട, ഉമ്മാനും വാപ്പാനും സ്നേഹമല്ല. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു 2ാം ക്ലാസ് പഠിച്ചിട്ട് ഈ ഒരു ക്ലാസ്സിൽ വരെ ഒപ്പനയിലെ മണവാട്ടിയായിട്ടുള്ള ഐഷാക്കെ നമ്മൾ മീഡിയകൾ അറിഞ്ഞിരുന്നു. നമ്മൾ എന്തുമാത്രം അവളുടെ ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ നോട്ട് ബുക്കിൽ എഴുതി അവളുടെ ഈ കുറിപ്പിലുണ്ട്. 42 വർഷം ഉമ്മ കരഞ്ഞ് സങ്കടപ്പെട്ടു. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇനി എൻ്റെ ഉമ്മ ചിരിക്കണം. എങ്ങനെ ഉമ്മാക്ക് ചിരിക്കാൻ കഴിയുക? ഉമ്മാക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. അവിടെയുള്ള ആ കുട്ടികൾക്കൊക്കെ അന്ന് മരണപ്പെട്ട ഇർഫാന, അതോടൊപ്പം ദിയ ഫാത്തിമ, ദിന ഫാത്തിമ, ആയിഷ, ആ പേര് പോലും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. ആ കുടുംബമൊക്കെ, ആ കുടുംബത്തിനൊക്കെ അല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. സ്നേഹമുള്ള മക്കളെ നിങ്ങളും തിരിച്ചറിയും. ഉമ്മമാരെന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും മരണപ്പെട്ടു പോയ ഒരാൾ ചെറുപ്പത്തിൽ, അതായത് ഇങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയ ഒരാൾക്ക് വന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അവർ വിചാരിക്കും, പടച്ച റബ്ബേ, എൻ്റെ ഉമ്മാക്ക് എന്നോട് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർ അവരുപയോഗിച്ച വസ്ത്രങ്ങൾ, പഠിക്കാൻ ഉപയോഗിച്ച ബാഗ്, അവരുടെ പുസ്തകങ്ങൾ, ഇതൊക്കെ അവരെ ഇരുന്ന് നോക്കി കാത്തിരിക്കുന്നുണ്ടാവും. ആ ഒരു റൂമിൽ ആ മക്കളുടെ സാന്നിധ്യം. നമ്മളതിനിപ്പോൾ ഒരു ദിവസം എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് പോയാൽ അവളുടെ ഡ്രസ്സ്, പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ശൂന്യതയാണ്. ആ ശൂന്യത നികത്താൻ നമുക്കറിയാം. നമ്മുടെ മക്കൾ 2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ലീവ് കഴിഞ്ഞാൽ വരും. പക്ഷെ അവരില്ലാത്ത വിരുന്ന് പോയ മക്കൾ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ ഒരു കുറവ്. അപ്പോൾ ആ മക്കൾ പൊടുന്നനെ മരണപ്പെട്ടു പോയ ആ വീട്ടുകാരുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു നമ്മളെല്ലാവരും ദുആ ചെയ്യുക കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ രാവിലത്തെ വീഡിയോയുടെ ഒരു കമൻറ്റിന് മറുപടി പറയുന്ന ഒരു ശൈലിയൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടാവലില്ല. പക്ഷെ അതിൽ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തൊരു വിഷയം ഒരു ഷാജി എന്ന് പറയുന്ന ഒരു വ്ളോഗറുടെ വിഷയമാണ്. അപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചോ, നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്ന ഒന്നാണ്, ആ സ്ത്രീനെ ഇങ്ങനെ വേട്ടയാടരുത്. എനിക്ക് ഒരുപാട് പേര് വിളിച്ചു, ആ വീഡിയോ കണ്ടു. ഒരുപാട് ഉസ്താദുമാരെ വിളിച്ചു, സാധാരണക്കാരെ വിളിച്ചു, ഉമ്മമാരെ വിളിച്ചു, ഉപ്പമാരെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ നിങ്ങൾ പറഞ്ഞു 100% സത്യമാണ്, നിങ്ങൾ ആ പറഞ്ഞതാണ് കറക്റ്റ്. പലരും പറഞ്ഞു ഓവറാക്കുകയാണ്. അവരെ വേട്ടയാടുന്ന ഒരു രീതിയിലേക്കാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു 5 യത്തീമക്കളുടെ ഉമ്മയല്ലേ, അവരൊരു എന്താ പറയുക, അവരൊരു ഒറ്റക്ക് ജീവിക്കാൻ ആ മക്കളെയും പോറ്റിയിട്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരാളല്ലേ, ആ ഒരു പരിഗണന കൊടുക്കണ്ടേ എന്നുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ ആ വീഡിയോ സഹായിച്ചു എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ആ വീഡിയോയിൽ എന്നെ കമൻറ്റിൽ പറഞ്ഞിരുന്നു, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അവരെ സപ്പോർട്ട് ചെയ്യണത്? നിങ്ങൾ അവളെ ന്യായീകരിക്കുകയാണോ? ഇസ്ലാമികപരമായിട്ട് അവൾ ചെയ്യുന്നത് ശരിയാണോ? അവൾക്ക് തന്നെയല്ലേ ബോധം വേണ്ടത്? ഈ ഒരു 5 മക്കൾ തനിക്കുണ്ട്, താൻ ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് ഈ ഷാജിദ കമൻ്റ് ഇട്ടു. ഒരു പരിഹാസ രൂപേണ, പുച്ഛ രൂപേണയുള്ള കമൻ്റായിരുന്നു അതിലുണ്ടായിരുന്നത്. അതേ ഞാനിപ്പോൾ ജയിലിലാണ് എന്നാണ് ആ കമൻറ്റ്. ഒരു പുച്ഛത്തിൻ്റെ ചിഹ്നമൊക്കെ അവരിട്ടിരുന്നു. നമുക്കതുകൊണ്ട് അവരോട് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും വിരോധങ്ങളൊന്നുമില്ല. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് പോലും എന്താണെന്ന് പോലും കേൾക്കാതെ ആയിരിക്കും അവർ ആ കമൻ്റ് ഇട്ടിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ അടിയിൽ ആളുകൾ ഇങ്ങനെ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, നിന്റെ വാക്കുകൾ എന്തൊരു അഹങ്കാരമാണ്, നീ എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ തിരുത്തുന്നുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. ആ വീഡിയോയിൽ നമ്മൾ എവിടെയും അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരെ കുറ്റപ്പെടുത്തുന്നവരെ അകാരണമായിട്ട് വേട്ടയാടുന്നതിനെതിരെയാണ് നമ്മൾ വീഡിയോ പറഞ്ഞത്. പക്ഷെ എന്നിട്ടും അവരൊരു എന്താ പറയുക, ഒരു പുച്ഛം നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ മറുപടി ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരെങ്ങനെ ആൾക്കൂട്ട ആക്രമണം നടന്നോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പഠിച്ചൊരു രീതിയും ഒരു സാമാന്യ മര്യാദയും അങ്ങനെയല്ല. എല്ലാ യൂട്യൂബേഴ്സും കൂടി അവരെ വേട്ടയാടുന്നൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ആ ഒരു വീഡിയോക്ക് അധികം വ്യൂവേഴ്സൊന്നുമില്ല. ഞാൻ അവരെ ചീത്ത പറയുന്ന രീതിയിലാണെങ്കിൽ, അവരെ കുറ്റം പറയുന്ന രീതി മാത്രമാണ് എൻ്റെ വീഡിയോക്കെങ്കിൽ അതിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചക്കാർ കിട്ടണം എന്നിട്ടില്ല. എൻ്റെ നിലപാടുകൾ സത്യസന്ധമാണെന്ന് തോന്നിയാൽ അത് നിർഭയം മറുപടി പറയാനുള്ള ഒരു സ്പേസാണ് എൻ്റെ ചാനൽ. അത് ഞാൻ പറയുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ തെറ്റാണെങ്കിൽ തിരുത്തുന്ന ആളുകളും ഉണ്ട്, സന്തോഷം, ഞാൻ സ്വീകരിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവരെ വേട്ടയാടുന്നൊരു രീതി ശരിയായ ഒരു സാമാന്യ മര്യാദയുടെ ഒരു ഭാഗമല്ല. അല്ലാതെ ഞാൻ അവരെ ന്യായീകരിക്കാനോ ഒരു അഹങ്കാരത്തിന് തിരുത്താനോ അത് ഇസ്ലാമികമാണോ അല്ലെന്നോ, അതൊക്കെ അവരായി, അവരെ പടച്ചോരായി. നമ്മൾ അതിൽ കയറി ഇടപെടണ്ട. നമ്മളൊരാളെ കുറ്റം പറഞ്ഞാൽ അയാളുടെ പൊരുത്തമില്ലാതെ അള്ളാഹു ആ മാപ്പ് സ്വീകരിക്കൂല. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ പടച്ചോനുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ പടച്ചോ മാപ്പ് നൽകിയാൽ എൻ്റെ കാര്യം സലാമത്താണ്. പക്ഷേ എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നെ വേട്ടയാടിയതിനോ അതിനെന്താണ്? ഇപ്പം ഞാനാ പറഞ്ഞത് ഉൾക്കൊണ്ട ഒരുപാട് പേരുണ്ട്. കാഴ്ചക്കാർ കുറവാണെങ്കിലും അത് ഉൾക്കൊണ്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കി. അതോടൊപ്പം ചില ആളുകൾ അതിലിങ്ങനെ ഞാൻ അവരെ ന്യായീകരിച്ചതല്ല, എനിക്കവരെ ന്യായീകരിക്കാൻ എൻ്റെ വീഡിയോയിൽ തന്നെ അവർ ഇട്ട കമൻറ്റിന് പോലും
അത് നമ്മളെ വേദനിപ്പിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ നിലപാട് ഇത് തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു അനാഥ മക്കളുടെ ഉമ്മയാണ്, അവരെ പരമാവധി അവഗണിക്കുക, വേണ്ടെങ്കിൽ വേട്ടയാടുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും എനിക്കതേ പറയാനുള്ളൂ. അപ്പം ഞാൻ രാവിലത്തെ വീഡിയോയുടെ കമൻറ്റ് പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞാണ്. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ മറക്കരുത്.